മാനന്തക്കൊട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വീട്ടിൽ വന്ന് വർഷ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും എല്ലാവരും ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം തൊട്ട് തന്നെ പ്രകാശും മനോജും ഈ വിവാഹത്തിന് വേണ്ടി വർഷയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ആ സമയം വർഷ തൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മുമ്പിൽ പറയുക, എന്താണെങ്കിലും എടുപിടിയുന്നൊരു കല്യാണം എനിക്ക് വേണ്ട. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം ഞാൻ വിവാഹം കഴിക്കൂ എന്നുള്ള ഉറച്ച നിലപാട് വർഷ എല്ലാവരോടും പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് രാജയെ എഴുതി വെച്ച വിൽപത്രം വായിക്കാനായിട്ട് വക്കീല് സാഗറിനെയും രാഗീനെയും സാഗറിൻ്റെ അമ്മേനെയും കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ വിൽപത്രത്തിൽ എഴുതിയ ഓരോ നിബന്ധനകളും വക്കീൽ വായിക്കുവാണ്. രാജീവിൻ്റെ എല്ലാ സ്വത്തുക്കളിലും അവകാശം ദിയമോൾക്കായിരിക്കും. ദിയമോൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അതിൽ ശ്രീവിദ്യക്കോ രാഗിക്കോ ഒരവകാശം ഉണ്ടായിരിക്കുകയില്ല. നിത്യച്ചെലവിനുള്ള പൈസ മാത്രമേ കമ്പനിയിൽ നിന്നും എഴുതിയെടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല, വിൽപ്പത്രത്തിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ മുഴുവൻ സ്വത്തുക്കളും അനാഥാലയത്തിന് ചെന്നു ചേരും. ഇതൊക്കെ കേട്ട് രാഗി സാഗറൊക്കെ ആകെ കിളിപ്പോയാൽ പോലെ ഇരിക്കുവാണ് കേട്ടോ. പിന്നീട് വക്കീൽ പറയണേ, മാത്രമല്ല ഒരു അടച്ച വില്ലും കൂടിയുണ്ട്. അടച്ച വിൽപത്രം അത് രാജീവ് തന്നെ എന്ന് വായിക്കണം എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അത് വായിക്കാം. അന്നേരം സാഗർ ചോദിക്കണേ, അല്ല ആ വിൽപത്രവും വക്കീൽ തന്നെയല്ലേ തയ്യാറാക്കിയത്? അപ്പോൾ അതിലെന്താണെന്ന് വക്കീലിനറിയാമല്ലോ. എനിക്കറിയാം, പക്ഷെ അതങ്ങനെ പറയാൻ പാടില്ല. എന്താണെങ്കിലും ആ സമയമാകുമ്പോൾ പോലീസുകാരുടെ അകമ്പടിയോടുകൂടി തന്നെ വന്ന് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കും. അങ്ങനെയാണ് രാജീവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ശരി, അങ്ങനെ പറഞ്ഞ വക്കീൽ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് സാഗറിൻ്റെ അമ്മ പറയണേ, രാജീവിന് നിങ്ങളെ ആരെയും തീരെ വിശ്വാസമില്ല. നിങ്ങൾ അവൻ്റെ മോളെ ഒരിക്കലും നോക്കില്ലെന്ന് അവന് പണ്ടേ അറിയായിരുന്നു. അല്ലെങ്കിൽ വിൽപത്രത്തിൽ ഇതുപോലൊരു കുരുക്ക് അവൻ ഒപ്പിച്ചു വെക്കുമോ? ഇങ്ങനെ കണക്ക് കൂട്ടിയൊരു വിൽപത്രം അവൻ തയ്യാറാക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലാം ആ വലിഞ്ഞു കയറി വന്ന വന്ദനക്കാരിക്കും ആ സ്വത്തുക്കൾ കിട്ടാൻ പോകുന്നത്. ദിയമോളിപ്പോൾ അവളുടെ കൂടെയല്ലേ. ആ സ്വത്തുക്കളിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും അവകാശം വേണമെങ്കിൽ ദിയമോള് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അന്നേരം രാഗി പറയണേ, എങ്ങനെയെങ്കിലും ദിയമോള് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിരിക്കും. അങ്ങനെ വലിഞ്ഞേറി വന്നവൾക്ക് ഈ സ്വത്തുക്കളൊന്നും വിട്ടുകൊടുക്കാൻ ഈ രാഗി സമ്മതിക്കില്ല. ദിയമോളെ എങ്ങനെ ഇവിടെ എത്തിക്കണമെന്ന് എനിക്കറിയാം. പിന്നീട് കാണിക്കുന്നത് ജഗൻ ഒരു ഓഫീസറെ തടഞ്ഞു നിർത്തുന്നുണ്ട്. കുറേ പാവപ്പെട്ട ആൾക്കാർക്ക് അയാൾ പെൻഷനൊന്നും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അതിൻ്റെ ഫയലിലൊന്നും ഒപ്പിട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ ബുദ്ധിമുട്ടുവാണ്. അങ്ങനെ അവരുടെ പ്രശ്നം ചോദിക്കാനായിട്ട് അയാൾക്കരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ ജഗൻ. എന്നാൽ അയാൾ ജഗനോട് പറയണേ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്, അതിന് അതിൻ്റേതായ സമയമൊക്കെ എടുക്കും. പിന്നെ എനിക്ക് ഇവരുടെ ഈ കാര്യം മാത്രമല്ല നോക്കേണ്ട പണി, മറ്റു കുറേ ജോലികളുണ്ട്. ഈ സമയം ദേഷ്യം വരുന്ന ജഗൻ അയാൾക്കിട്ട് പൊട്ടിക്കുകയും അയാളൊന്ന് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ഈ കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ വന്ദന അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്ദനയുടെ മുമ്പിൽ ജഗൻ വീണ്ടും ഒരു മോശക്കാരനാകുവാണ്. ഈ സമയം വന്ദന ജഗനോടൊന്ന് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ദനയുടെ വാക്കുകളിൽ ജഗൻ ആകെ തളർന്നു നിൽക്കുവാണ്. ഈ സമയം ജഗൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ശിവൻ നന്ദയ്ക്ക് ജഗൻ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്. ജഗ വിട്ട് കളയടാ, അവൾ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, അവൾ നീ വിട്ടേക്ക്. അന്നേരം ജഗൻ ദേഷ്യപ്പെടുക, ദേ നിർത്തിക്കോണം, അവളെ ഈ ജഗൻ്റെ പെണ്ണാണ്, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന വന്ദനേനാണ് കേട്ടോ. ഈ സമയം ദിയമോള് വന്ദനേനെ കാത്തിരിക്കുമായിരിക്കും. അങ്ങനെ ദിയമോളെ കാണുന്നത് വന്ദന ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഈ സമയത്ത് ഒരു പോലീസ് ജീപ്പ് വന്ദനയുടെ വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്